ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡൽഹി ട്രാവൽ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ആദ്യം തന്നെ പറയട്ടെ. ഇന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റും പിന്നെ ബിർള മന്ദിറും കാണാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. ആദ്യം തന്നെ ഈ ബിർള മന്ദിറിൽ ദർശനം നടത്തി ഞാൻ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. അകത്ത് വീഡിയോ ഷൂട്ടൊന്നും അലൗഡല്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ. ഗുരുവിന്ദർ ഭായ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഗുരുവിന്ദർ ഭായുടെ പാക്കേജസ് ഡൽഹി നിങ്ങൾക്ക് കറങ്ങി കാണാൻ വളരെ ചീപ്പ് റേറ്റിൽ ചെയ്തു തരുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ആളുടെ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ആളെന്നെ ഇവിടെ വന്ന് ഈ കർത്തവ്യ പത്ത് എന്നുള്ള ഈ സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട്. ഇതുവരെയാണ് വണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി. ഇവിടെയാണ് ഈ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ പരേഡ് നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് രാജ്പത്ത് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ 2022 ഫുള്ളി റീഡെവലപ്മെൻറ്റ് ചെയ്തൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അടിപൊളി നല്ല പബ്ലിക് ടോയ്ലറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് എങ്ങനെ കണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ സൈൻ ബോർഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അണ്ടർ പാസ്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇവിടെയുള്ള അണ്ടർ പാസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാനുള്ള അണ്ടർ പാസ് ഫുള്ളി റീഡെവലപ്മെൻറ്റ് ചെയ്ത് അടിപൊളിയാക്കി നിർമ്മിച്ച് ഇട്ടുണ്ട്. നമ്മൾ അതുവഴിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ആ അണ്ടർ പാസിൻ്റെ കാഴ്ചകൾ കൂടി കാണാനുണ്ട്. അപ്പോൾ ഇതാണ് കർത്തവ്യ പത്ത്. എല്ലാവരും വരുമ്പോൾ ഡൽഹിയിൽ വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ് ഇന്ത്യ ഗേറ്റ്. ഇതാണ്ടോ, എല്ലാ സൈൻ മാപ്പുകളും എല്ലാ കാര്യങ്ങളും എങ്ങോട്ട് പോകുന്ന ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അണ്ടർ പാസിലേക്ക് ഇറങ്ങാം. നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇന്ത്യയിൽ പല ടൂറിസ്റ്റ് പ്ലേസുകളും അത്ര വൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയാറില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്. പബ്ലിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള അതോറിറ്റീസും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് വിദേശത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അവർ നമ്മുടെ രാജ്യം അത്രയും വൃത്തിയിലൊക്കെ കാണുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരിക്കും. പിന്നെ ഈ അണ്ടർ പാസിൽ ഫുള്ള് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത്, ഏത് കാലത്താണ്, അതിൻ്റെ ഓരോ സ്റ്റേജുകൾ വ്യക്തമായി കഥ പറഞ്ഞു പോകുന്ന പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്കൊക്കെ അത് നിന്ന് വായിക്കാം. കുറേ പേരൊക്കെ നിന്ന് വായിക്കുന്നത് കാണാനുണ്ട്. പിന്നെ ഈ അണ്ടർ പാസിൽ ഒരു കച്ചവടക്കാരോ വഴിയോര കച്ചവടക്കാരോ അങ്ങനെയുള്ള ഒരാളെയും കാണാനില്ല. അതും വളരെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റാണ്. കാരണം ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അണ്ടർ പാസ് കൂടെ പോകാനേ നമുക്ക് പറ്റില്ല. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, നമുക്ക് മുന്നോട്ട് നടക്കാം. പിന്നെ വേറെ ഒരു കാര്യം പറയേണ്ടത് വെച്ചാൽ, ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും മാർച്ചിന് മുന്നേ എത്തുക. നവംബർ ടു മാർച്ചാണ് ഇവിടെ വന്ന് കാണാൻ പറ്റിയ നല്ല ടൈം. മാർച്ചിന് ശേഷം നല്ല ചൂടായിരിക്കും. ഇന്നിപ്പോൾ തന്നെ ഇന്ന് 40ഒക്കെയാണ് ഇവിടെ ചൂട്. ഞാനിവിടെ നടക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആ ടണലിൽ നമ്മൾ കയറുമ്പോൾ കാണുന്ന മനോഹരമായൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ ടണലിൽ ഞാൻ പുറത്തെത്തിയിരിക്കുകയാണ്. അത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയും മനോഹരമായൊരു വ്യൂ ആണ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. അത് കാരണം ആ ഒരു വേൾഡ് വാറിൻ്റെ സമയത്ത് മരിച്ച 10,70,000 ഇന്ത്യൻ സോൾജേഴ്സ്, അവരുടെ ഒരു ഓർമ്മയ്ക്കായി, അവരുടെ വീരമൃത്യുവിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളൊരു നിർമ്മിതിയാണിത്. അപ്പോൾ അതിലൊരു 13,000 പേരുടെ പേരുകൾ ഇന്നും ഇതിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ആലേഖനം ചെയ്ത് ആ പട്ടാളക്കാരുടെ പേരുകൾ ഇതിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു നിർമ്മിതി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കാണുമ്പോൾ അത്രയും ഹ്യൂജാണിത്. ആ ഒരു വ്യൂ എന്ന് നിങ്ങൾക്ക് ഫോണിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അടുത്ത് നിന്ന് കാഴ്ചകൾ കാണുകയാണ്. അങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ക്ലിക്ക് റേറ്റിന് ഒക്കെ നിങ്ങളിൽ നിന്ന് പൈസ മേടിക്കും പെർ ക്ലിക്കിന്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ഫോട്ടോഷൂട്ടിന് വരുമ്പോൾ നിൽക്കാൻ. അങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഫോറിനേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഇന്ത്യക്കാരുടെ ആവേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കൊള്ളാം. 75 വർഷമായി അവർ ഇവിടെയൊക്കെ വിട്ടുപോയിട്ട് ഇപ്പോഴും ആവേശത്തിനൊരു കുറവുമില്ല. അപ്പോൾ ആവേശമൊക്കെ അവിടെ നടക്കട്ടെ. നമുക്ക് മുന്നോട്ട് നടന്ന് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. നിങ്ങൾക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചാൽ ഇതിൽ ജവാന്മാരുടെ പേരുകളൊക്കെ എഴുതി വെച്ച് നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സൺസെറ്റിൻ്റെ ടൈമും മോർണിംഗ് ടൈമും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാം. അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഡൽഹിയിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. ഫ്രീ ഓഫ് കോസ്റ്റാണിത്.
ഇനി നേരെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട് അവിടെ. അത് പുതുതായി നിർമ്മിച്ച് വെച്ചിട്ടുള്ളതാണ്. മുന്നേ അവിടെ സ്റ്റാച്യു ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആ ഒരു ടോംബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് അടുത്ത് പോയിട്ട് കാണാം. ഇതിപ്പോൾ ഈ റീഡെവലപ്മെൻറ്റിന് ശേഷമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ ഒരു സ്റ്റാച്യു അവിടെ ഇനോഗ്രേഷൻ ചെയ്തത്. പിന്നെ അമർജ്യോതി ജവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദീപമുണ്ട്, അതും നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും.